അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പല കുടുംബത്തിലും പല വിധത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റപ്പെടുത്തലുകളും മുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങളുമുണ്ട്. പക്ഷേ അവർ ബൗദ്ധിക തലത്തിൽ, റീസൺ ലെവലിൽ അവർ എങ്ങനെയെങ്കിലും അത് സൗഖ്യത്തിലേക്ക് വരാറുണ്ട്. പക്ഷേ വൈകാരിക മേഖലയിൽ പല ദമ്പതിമാരുടെയും മനസ്സിൻ്റെ മുറിവുകൾ ഉണങ്ങാതെ കിടക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അതെല്ലാം കടിച്ചു പിടിച്ച് മുന്നോട്ട് നീങ്ങുന്നു. പക്ഷേ ആ മുറിവ് അവിടെ കിടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വീണ്ടും വീണ്ടും പൊട്ടിത്തെറിക്കുന്ന ദേഷ്യവും ഒക്കെ വന്ന് വീണ്ടും വീണ്ടും കൂടുതൽ മുറിവുണ്ടാകുന്ന സംഭവങ്ങൾ അരങ്ങേറും. അങ്ങനെ പിന്നീട് അത് നിരവധി മുറിവുകൾ കൊണ്ട് നിറഞ്ഞ് അങ്ങനെയാണ് ചില ബന്ധങ്ങൾ അകന്നകന്നു പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൗദ്ധിക തലത്തിൽ ഒക്കെ പല നല്ല ചിന്തകളും ഒക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് നമ്മളതിനെ അങ്ങോട്ട് സഹിച്ച് അതിനെ അംഗീകരിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പക്ഷേ നമുക്കത് മാത്രം പോരാ. വൈകാരിക മേഖലയിൽ കൂടി നമ്മുടെ മുറിവ് ഉണങ്ങേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. വൈകാരിക മേഖലയിൽ നമ്മുടെ മുറിവ് ഉണങ്ങണമെങ്കിൽ നമ്മുടെ ആ വികാരം നമുക്ക് ഒന്ന് പ്രകടിപ്പിക്കാൻ കഴിയണം. ഹല്ലേലൂയ. വികാരം പ്രകടിപ്പിച്ചാണ് നമുക്ക് വൈകാരിക മേഖലയിൽ സൗഖ്യം കിട്ടുക. ചിലർ തങ്ങൾക്ക് എന്തെങ്കിലും മുറിവുണ്ടായി കഴിഞ്ഞാൽ അവർ തന്നോട് തന്നെയായിരിക്കും അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പാവമായതുകൊണ്ടല്ലേ, എൻ്റെ സ്ഥാനത്ത് വേറെ എല്ലാവരും ആയിരുന്നു, കാണാമായിരുന്നു, ഞാനായിട്ടല്ലേ ഇതൊക്കെ സഹിക്കുന്നത്, കണ്ടോ ഞാൻ ചത്തു കഴിയുമ്പോൾ ഇവർ അനുഭവിക്കും എന്നൊക്കെ തന്നോട് തന്നെ ഇങ്ങനെ ആ സങ്കടവും വേദനയെല്ലാം ഇങ്ങനെ പറഞ്ഞ് സ്വയം അനുകമ്പ കൊടുത്ത് തന്നെ ആശ്വസിപ്പിക്കുന്ന ആളുകളുണ്ട്. ഹല്ലേലൂയ. പക്ഷെ അതുകൊണ്ട് ആ മുറിവ് ഉണങ്ങുന്നില്ല. ഹല്ലേലൂയ. ഇനി വേറെ ചിലരുണ്ട്, അവർ എന്ത് പ്രയാസം ഉണ്ടായാലും മുറിവുണ്ടായാലും കാണുന്നവരോടും പോകുന്നവരോടൊക്കെ അവർ വിളിച്ചു പറയും. ഹല്ലേലൂയ. അപ്പോൾ കേൾക്കുന്ന ആളുകൾ അത് കേട്ടിട്ട് അയ്യോ നിന്നോളം സഹിക്കുന്ന ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് സഹതാപം കാണിക്കണമെന്നാണ് ഈ പറയുന്ന ആളുകളുടെ ആഗ്രഹം. അവരങ്ങനെ സഹതാപം കാണിച്ചില്ലെങ്കിലോ പിന്നെ അവരുമായിട്ട് വഴക്കുണ്ടാവും. ഹല്ലേലൂയ. അപ്പോൾ പലരുടെയും മനസ്സിൽ ഈ രണ്ട് മെത്തേഡേ ഉള്ളൂ. ഒന്ന് തന്നോട് തന്നെ തൻ്റെ വേദനകളൊക്കെ തുറന്ന് പറഞ്ഞ് തന്നോട് തന്നെ പിറുപിറുത്ത് ആശ്വാസം തേടുക. വേറെ ചിലരുടെ മെത്തേഡ് കാണുന്നവരോടും പോകുന്നവരോടൊക്കെ പറഞ്ഞ് അവർ നൽകുന്ന
സഹതാപമൊക്കെ സ്വീകരിക്കുക. ഈ രണ്ട് മെത്തേഡിലാണ് ചിലർ മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ ഈ രണ്ട് മെത്തേഡ് കൊണ്ടൊന്നും മുറിവുണങ്ങിയല്ല. ഹല്ലേലൂയ. നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നാൽ ജോബ് ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചവനാണ്. പക്ഷേ ജോബ് മൂന്നാമതൊരു മെത്തേഡ് കൂടി ഉപയോഗിച്ചു. അതായത് ദൈവത്തോട് പറയുക. ഹല്ലേലൂയ. തൻ്റെ വേദനകളും പ്രയാസങ്ങളും ദൈവത്തോട് പറയുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫീലിങ്, വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു സാന്നിധ്യം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫീലിങ്, വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് ആരുടെ മുമ്പിലാണ്? നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവരുടെ മുമ്പിൽ മാത്രമേ നമ്മൾ നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുകയുള്ളൂ. അവരുടെ മുമ്പിലാണ് നമുക്ക് ഏറ്റവും സ്വതന്ത്രമായിട്ട് പൊട്ടിക്കരയാനും നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനായിട്ടും സാധിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലർ നമ്മൾ ഏറ്റവും കൂടുതൽ കരയാനായിട്ട് സാധിക്കുന്നത് ചിലപ്പോൾ അവരുടെ അമ്മയുടെ മുമ്പിലായിരിക്കും. അവരെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള സുഹൃത്തിന് മുമ്പിലായിരിക്കും. കാരണം അവരുടെ മുമ്പിലാണ് നമുക്ക് നമ്മുടെ വികാരങ്ങളെ മുഴുവനായിട്ട് പ്രകടിപ്പിക്കാൻ സാധിക്കുക. എന്നാൽ ശരിക്കും നമ്മൾ പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങളെ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെ ദൈവത്തിന് മുമ്പിലാണ്. കാരണം നമ്മുടെ അകവും പുറവും എല്ലാം ഒരുപോലെ അറിയുന്നവനാണ് ദൈവം. ദൈവത്തിന് മുമ്പിൽ നിന്ന് നമുക്കൊന്നും ഒളിച്ചു വയ്ക്കാനില്ല. ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് അത് അറിയുന്നു. അപ്പം നമുക്ക് നമ്മുടെ ഫീലിങ് പൂർണ്ണതയിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നത് ദൈവത്തിന് മുമ്പിലാണ്. ഒന്ന് കൈയുയർത്തി കൈയടിച്ച്. ചില ആളുകൾ ദൈവത്തോട് പറയുമ്പോൾ അവർ വലിയ ബൗദ്ധിക തലത്തിലൊക്കെയാണ് ദൈവത്തോട് സംസാരിക്കുക. വലിയ ചിന്തകളും ആശയങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ചിലരുടെ പ്രാർത്ഥനകളൊക്കെ. എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നത് ദൈവത്തിന് മുമ്പിലാണ്. നമ്മൾ തന്നെ ഒരു ആത്മപരിശോധന ചെയ്യുക. ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എന്തുമാത്രം എൻ്റെ വികാരങ്ങൾ എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ നമ്മുടെ വികാരങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ അങ്ങനെയാണ് നമ്മുടെ വൈകാരിക മേഖലയിൽ നമുക്ക് സൗഖ്യം കിട്ടുക തന്നെ. നമ്മൾ ദൈവത്തിന് മുമ്പിൽ നമ്മൾ പ്രകടിപ്പിക്കുന്നത് പോലെ നമുക്ക് വേറെ ആരുടെയും മുമ്പിൽ അത്രയും വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റുമോ? ദൈവം നമ്മുടെ അകവും പുറവും അറിയുന്നവരായതുകൊണ്ട് നമുക്കൊന്നും മറച്ചു വയ്ക്കാനില്ല. അവിടെ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. ഹല്ലേലൂയ. ലോകത്തിൽ ധാരാളം മതങ്ങളുണ്ട്. എല്ലാ മതങ്ങളിലും പ്രാർത്ഥനകളുണ്ട്. എല്ലാ മതങ്ങളിലും ധാരാളം പ്രാർത്ഥനാ പുസ്തകങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ഈ സമ്പൂർണ്ണ ബൈബിൾ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും നടുക്കങ്ങോട്ട് പകുത്തു കഴിഞ്ഞാൽ 150ഓളം സങ്കീർത്തനങ്ങൾ നമ്മൾ കാണും. ഇതുപോലെ മനുഷ്യനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നൊരു പുസ്തകം ലോക ചരിത്രത്തിലില്ല. ഹല്ലേലൂയ. എന്താണ് സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ആ സങ്കീർത്തനത്തിൽ മുഴുവനും നമ്മൾ കാണുന്നത് സങ്കീർത്തകൻ്റെ വികാരങ്ങളാണ് സങ്കീർത്തകൻ പ്രകടിപ്പിക്കുന്നത്. അവിടെ സങ്കീർത്തനത്തിൽ വലിയ ചിന്തകളൊന്നും അല്ല പ്രധാനപ്പെട്ടത്. എല്ലാ വിധത്തിലുള്ള വികാരങ്ങളും ഇതാ പ്രകടിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനാ പുസ്തകം കൂടിയാണിത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ സങ്കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുക. അത്
നമ്മുടെ വികാരങ്ങളെ നമുക്ക് ഉയർത്തുവാനും ആ വൈകാരിക മേഖലയിൽ സൗഖ്യം സ്വീകരിക്കുവാനും അത് നമ്മളെ സഹായിക്കും. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങളോ വിഷമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഇപ്പം തന്നെ അങ്ങോട്ട് പറഞ്ഞ് അതുകൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റും എന്ന്. ഈ മുറിവും വെച്ചുകൊണ്ട് നീ ജീവിത പങ്കാളിയോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ പിന്നെ നിനക്ക് അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അനുഭവപ്പെടുന്നത് ഇതാ ഈ വ്യക്തി വീണ്ടും കുറ്റം പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ മറ്റേയാൾക്ക് അനുഭവപ്പെടുകയാണ് എല്ലാ കുറ്റവും ഇപ്പോൾ എന്നെ ചാരിക്കൊണ്ടാണ് പറയുന്നത് എന്ന്. അപ്പോൾ വീണ്ടും അതിനെ സംബന്ധിച്ച് വാക്ക് തർക്കവും വഴക്കുമാവും. നമ്മുടെ ഉള്ളിൽ മുറിവുള്ളിടത്തോളം കാലം മുറിവ് വെച്ചുകൊണ്ട് സംസാരിച്ചാൽ നമ്മൾ പറയുന്നതൊക്കെ മറ്റേ ആളെ കുറ്റപ്പെടുത്തുന്നത് പോലെ ആ വ്യക്തിക്ക് അനുഭവപ്പെടും. ആ വ്യക്തി ഇങ്ങോട്ട് പറയുമ്പോൾ വീണ്ടും നമ്മുടെ ഉള്ളിൽ മുറിവ് തോന്നുകയും ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ പങ്കുവെച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി ചെന്ന് സംസാരിക്കാൻ തുടങ്ങി, അതിനേക്കാൾ വലിയ വഴക്കിൽ അവസാനിച്ചു. ഹല്ലേലൂയ. അങ്ങനെ എപ്പോഴെല്ലാം പങ്കുവയ്ക്കാനായിട്ട് തുടങ്ങിയോ അപ്പോഴെല്ലാം വാക്ക് തർക്കവും കൂടുതൽ കുറ്റപ്പെടുത്തലുകളും മുറിവേൽക്കുന്ന അനുഭവങ്ങളുമായി. അങ്ങനെ വരുമ്പോൾ ചില ദമ്പതിമാർ മനസ്സിൽ വിചാരിക്കും നമ്മുടെ ആളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചില കുടുംബങ്ങളിലെല്ലാം ഹൃദയം തുറന്നുള്ള സംഭാഷണം പണ്ടേ നിലച്ചു പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. അവർ സംസാരിക്കും, കാലാവസ്ഥയെക്കുറിച്ചോ പിള്ളേരുടെ രോഗത്തെക്കുറിച്ചോ ചില സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും, അത്രയേ ഉള്ളൂ. ഹൃദയം തുറന്നുള്ള സംഭാഷണം അത് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ചിലർക്ക് ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, ഒരു മുറിയിലാണ് ഉറങ്ങുന്നത്, പക്ഷേ ഹൃദയം തുറന്നുള്ള സംഭാഷണം ഇല്ല. ഒന്ന് കൈയുയർത്തി കൈയടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മുറിവോ പ്രയാസങ്ങളൊക്കെ ഉണ്ടായാൽ, ഗൗരവമായ മുറിവുകളൊക്കെ ഉണ്ടായാൽ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ പ്രവേശിച്ച് നമ്മുടെ സങ്കടങ്ങളെല്ലാം ദൈവത്തോട് പറയുക. അതിനകത്ത് യാതൊന്നും നമ്മൾ മാറ്റിവെക്കേണ്ട കാര്യമില്ല, ഉള്ളതുപോലെ അങ്ങ് പറയുക. അങ്ങനെ നമുക്ക് തന്നെ കേൾക്കാവുന്ന സ്വരത്തിൽ ദൈവത്തോട് പറയുക. ഹല്ലേലൂയ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കരച്ചിൽ വന്നെന്ന് വരും, എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും നമ്മളെ ബലം പിടിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് മുമ്പിൽ നമുക്ക് എന്തൊക്കെ വികാരങ്ങൾ വരുന്നോ, അത് ദേഷ്യമായാലും സങ്കടമായാലും എല്ലാം നമ്മൾ ആ പ്രാർത്ഥനാ മുറിയിൽ പ്രവേശിച്ച് ഉറക്കെ ദൈവത്തോട് പറഞ്ഞ് അത് പ്രകടിപ്പിക്കുക. ഹല്ലേലൂയ. ഒരിക്കലും ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, ദൈവത്തോട് പറയാം, ദൈവത്തോട് പറയാനായിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു പ്രശ്നം അതല്ല, നമ്മളെന്തൊക്കെ അങ്ങോട്ട് പറഞ്ഞാലും ഇങ്ങോട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ. നമ്മളിങ്ങനെ പറയാന്നുള്ളതല്ലാതെ അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും പറയുന്നില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളങ്ങോട്ട് എന്താണ് പറയാൻ പോകുന്നതെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ദൈവത്തിന് ഇങ്ങോട്ട് പറയാനുള്ളതെല്ലാം മുൻകൂട്ടി അവിടെ നിന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളും വേദനകളെല്ലാം ദൈവത്തോട് അങ്ങോട്ട് ഉറക്കെ പറഞ്ഞ് ആ സങ്കടത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ വികാരം കൊണ്ടുണ്ടോ ആ വികാരമെല്ലാം എക്സ്പ്രസ് ചെയ്യുവാൻ, പ്രകാശിപ്പിക്കാൻ നമ്മൾ മടിക്കണ്ട.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് മുമ്പിലാണ് നമുക്ക് നമ്മുടെ വികാരങ്ങളെല്ലാം അതുപോലെ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. അത് കരച്ചിലെങ്കിൽ കരച്ചിൽ, ദേഷ്യമെങ്കിൽ ദേഷ്യം, എന്തും ആയിക്കൊള്ളട്ടെ. അങ്ങനെ നമ്മൾ പ്രകടിപ്പിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവിടെ പ്രാർത്ഥിച്ച് വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വായിക്കുക. അങ്ങനെ നമ്മൾ വായിച്ചു പോകുമ്പോൾ ഇപ്പം നമ്മൾ എന്താണോ ദൈവത്തോട് പറഞ്ഞത്, ആ പറഞ്ഞ കാര്യത്തിന് ഒരു സമാധാനം തരുന്ന, ഒരാശ്വാസം തരുന്ന ഒരു വചനം നമ്മുടെ ആ വായനയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ആ ഒരു വാചകം കണ്ടെത്തി കഴിഞ്ഞാൽ ആ വാചകം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തോന്നും, ഇത് ഞാനിപ്പോൾ അങ്ങോട്ട് പറഞ്ഞതിന് ദൈവം എന്നോട് പറഞ്ഞ ഒരു മറുപടിയാണല്ലോ, ഒരാശ്വാസ വാക്കാണല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നും. അങ്ങനെ ഒരു വചനം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ വായന നിർത്തി ആ കണ്ടെത്തിയ വചനം വേണമെങ്കിൽ ഒന്ന് കുറിച്ചെടുത്ത് അത് വീണ്ടും വീണ്ടും നമ്മളോട് തന്നെ ആവർത്തിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ മനസ്സിനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാകുക. അത് നമ്മുടെ ഉള്ളിൽ സൗഖ്യം പകരും. അങ്ങനെ നമ്മുടെ മനസ്സ് ഒരു ശാന്തതയിലേക്ക് വരും. അങ്ങനെയൊക്കെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ആരിൽ നിന്നാണോ മുറിവുണ്ടായത്, നിങ്ങൾ അവരോട് സംസാരിക്കാൻ പൊക്കവും. ഈശ്വരൻ്റെ അടുക്കൽ പോയി ഈ സൗഖ്യം സ്വീകരിച്ചതിന് ശേഷം ജീവിത പങ്കാളിയോട് നിങ്ങൾ സംസാരിക്കാൻ പോയാൽ നിങ്ങൾ പറയുന്നതെല്ലാം മറ്റേയാൾക്ക് മനസ്സിലാവും. നേരത്തെ അങ്ങനെയല്ല. നിങ്ങൾ പറയുമ്പോൾ മറ്റേയാൾക്ക് വീണ്ടും വീണ്ടും എന്നെ കുറ്റപ്പെടുത്തുകയാണ് എന്ന ചിന്തയായിരിക്കും ഉണ്ടാകുക, എന്ന അനുഭവമായിരിക്കും ഉണ്ടാകുക. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. നമ്മൾ ഈശോയോട് പറഞ്ഞ ശേഷം, ഈശോയിൽ നിന്ന് സമാധാനവും ആശ്വാസവും സ്വീകരിച്ചതിന് ശേഷം നീ ജീവിത പങ്കാളിയുടെ മുമ്പിൽ സംസാരിക്കാൻ പോയാൽ നീ പറയുന്നത് മുഴുവനും ആ വ്യക്തിക്ക് അതുപോലെ മനസ്സിലാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ.